മ്യൂസിക് കമ്പോസർക്ക് മ്യൂസിക് കമ്പോസ് ചെയ്യാനുള്ള അറിവുണ്ട്, കഴിവുണ്ട്. എന്നാൽ അത് നിങ്ങളൊന്ന് പാടുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അറിവ് ഉണ്ടാവും പാടേണ്ടത് എങ്ങനെയാണ്, പക്ഷെ പാടിയത് നന്നായിരിക്കില്ല, കാരണം അതിൽ കഴിവില്ല. അപ്പോൾ തൊണ്ടയ്ക്കുള്ള സാധകമില്ല അവിടെ, അതുകൊണ്ടാണ്. ചിലപ്പോൾ സാധകം ചെയ്താലും ശരിയാവാത്ത തൊണ്ടയായിരിക്കും, കമ്പോസ് ചെയ്യാൻ തൊണ്ട വേണ്ടല്ലോ. അതാണ് അറിവും കഴിവും തമ്മിലുള്ള വ്യത്യാസം. കോൺഫിഡൻസ് ഓൺ അവർ സ്കിൽസ്, അത് മറ്റൊരു സാധനം. മറ്റൊന്നാണ് കോൺഫിഡൻസ് ഓൺ അവർ ഓൺ ഫീലിങ്സ്, സ്വന്തം ഫീലിങ്സിൻ്റെ മേലെയുള്ള കോൺഫിഡൻസ്. ഇപ്പോൾ കാഷ്വാലിറ്റിയിൽ എല്ലാ അപകടങ്ങളെയും തത്സമയം ഓപ്പറേറ്റ് ചെയ്തോ കൈകാര്യം ചെയ്തൊക്കെ ജീവൻ രക്ഷിക്കുന്നൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഒരിക്കലും അദ്ദേഹത്തിനൊരു അപകടം മുന്നിൽ വന്ന സമയത്ത് ആ ആളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല. അതിനുള്ള കാരണം സ്വന്തം അനിയനായിരുന്നു അന്ന് ഓപ്പറേഷന് വേണ്ടിയിട്ട് തൻ്റെ മുന്നിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വന്തം ഫീലിങ്സിൻ്റെ മേലെ കോൺഫിഡൻസ് ഇല്ലായിരുന്നു ആ വ്യക്തിക്ക്. ആ വ്യക്തിയുടെ ഫീലിങ്സ് അതൊരു ഫ്ലഡായി മാറി, അവിടെ പെർഫോമൻസിനെ ബാധിച്ചു. അത് ചില ആളുകളോട് നമുക്ക് സംസാരിക്കണം എന്ന് വിചാരിച്ചോ. ഇപ്പോൾ ഒരു അയൽ വീട്ടിലുള്ള ഒരാൾ ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ഒരാൾ പറയുകയാണ് ഒന്ന് പോയ ആളോടൊന്ന് സംസാരിച്ചിട്ട് ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കണം എന്ന് പറയുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ ഫീലിങ്സിൻ്റെ മേലെ കോൺഫിഡൻസ് ഇല്ല. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും, പിന്നെ അത് വലിയ പ്രശ്നമാവും, ഞാൻ സംസാരിക്കുന്നില്ല എന്ന് പറയുകയാണ്. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? സ്വന്തം ഫീലിങ്സിൻ്റെ മേലെ, സ്വന്തം ഇമോഷൻസിൻ്റെ മേലെയൊന്നും കോൺഫിഡൻസ് ഇല്ല. തൻ്റെ കോൺഫിഡൻസ് ഇല്ലായ്മ അതിൽ പലപ്പോഴും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ കൺട്രോളിലല്ലാതെ അത് പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്വന്തം ഇമോഷൻസിൻ്റെ മേലെ കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ വരും. അപ്പോൾ ഇമോഷൻസിൻ്റെ മേലെയുള്ള കോൺഫിഡൻസ് മറ്റൊരു കോൺഫിഡൻസാണ്. സ്വന്തം ഇൻ്റലക്റ്റിൻ്റെ മേലെയുള്ള കോൺഫിഡൻസ്, ബുദ്ധിയുടെ മേലെയുള്ള കോൺഫിഡൻസ്. അറിവും ബുദ്ധിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് കേട്ടോ. ബുദ്ധിപൂർവം കാര്യങ്ങൾ ചെയ്യുവാനുള്ള കഴിവിനെ നമ്മൾ വിസ്ഡം എന്നാണ് പറയുക. അതിന് വിവേകം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക. വിവേകം. ഞാൻ ഇപ്പോൾ എന്തു ചെയ്യണം, എന്തു ചെയ്യണ്ട, ഞാൻ എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യണ്ട എന്നുള്ളതിനെക്കുറിച്ചൊക്കെ തത്സമയം അപ്ഡേറ്റഡ് ആയിട്ട് നമ്മുടെ ബുദ്ധി നമുക്ക് സപ്പോർട്ട് തരുമ്പോൾ നമ്മളൊരു വിവേകശാലിയായ വ്യക്തിയാവും. ഇതൊന്നും അറിയാതെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു നോളജ് ഉള്ള പേഴ്സണാണ്. അതാണ് നോളജ്. മറ്റേത് വിസ്ഡം. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നോളജ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ശേഖരണം പോലെയാണ്. വിവേകം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇൻറ്റ്യൂറ്റീവാണ്. വിവേകം സ്വന്തം ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഗൈഡൻസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, അപ്ഡേറ്റഡ് ഗൈഡൻസ്. ഇപ്പോൾ ബുദ്ധി എന്നതിനെ നമുക്ക് വിളിക്കാം.